ഹേയ് ഗൈസ്, വീണ്ടും ഒരു കല്യാണം വിളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയും ഞാനും കൂടെ ഇന്നും ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, കല്യാണം വിളിയും വിശേഷങ്ങളുമായിട്ട്. കാർ കൊണ്ട് സന്ദീപ് ഇപ്പൊ എത്തും. നമുക്ക് എന്നിട്ട് പോവാം. അച്ഛാ, ഇതുവരെ എത്ര വീട്ടിൽ വിളിച്ചാണോ അച്ഛാ? 400 വീട് അല്ലേ? ആ, ഇന്നലെ ഞാൻ അച്ഛന് ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇന്നൊരു 120 വീട് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോന്ന് കേട്ടോ. 120 വീട്, 120 ലിറ്റർ ഒരു ദിവസം കൊണ്ട്. ഓ അച്ഛാ, ഒരു റിലാക്സ് ചെയ്തൊക്കെ പോകണം കേട്ടോ, ആരോഗ്യം കൂടെ നോക്കണം. മുറ്റ് വെയിലും കൂടെയാണ്. നടന്നു പോകേണ്ട അടുത്തടുത്ത വീടുകൾ. അമ്മ എങ്ങനെയുണ്ടോ? അമ്മ എങ്ങനെ നടന്ന് വിളിച്ചിട്ട് കല്യാണം? കേറിക്കോ, എന്ത് പോടാ കല്യാണം വിളിക്ക. ഭഗവാനെ, എന്താ ആരാ സന്ദീപിന്റെ? അവൻ വെള്ളം അടിച്ചല്ല, അവൻ ഒരു പാർട്ടിക്ക് പോയെന്നല്ലേ പറഞ്ഞോളൂ. എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു ഇപ്പൊ സന്ദീപ് സത്യസന്ധനായ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായിട്ടെല്ലാം പറയും. എടാ ഗിരീഷ് അണ്ണൻ കംപ്ലീറ്റ് നിർത്തിയെന്ന് ഒരു മാസമായിട്ട്. അച്ഛൻ കാത്തു നിന്റെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. കാരണം വ്ളോഗ് കാരണമാണ് ഗിരീഷ് അണ്ണൻ ഒരു മാസമായിട്ട് ഒന്നുമില്ല എന്ന്. കമന്റ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ബുള്ളി ചെയ്ത് ഗിരീഷ് അണ്ണനെ കൊണ്ട് നിർത്തിച്ചതാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. പക്ഷെ അത് സന്തോഷം കേട്ടോ, അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ്. നല്ലതല്ല ചാ, ഞാൻ എഗ്രി ചെയ്യുന്നു. അമ്മ എങ്ങനെയുണ്ട് ഇത്രയും കല്യാണം വിളിച്ചിട്ട്? രാവിലെ 10 മണിയാകുമ്പോ വീട്ടിൽ നിന്നിറങ്ങും. ഞാനും അച്ഛനും വിജയായിട്ട് ഞങ്ങളിവിടെ ഓടിക്കോണം മീശമുക്ക് പോലെ അവിടെ ഇങ്ങോട്ട് വട്ടോളം മുക്ക് വരെ. ഓ, അത് തന്നെ ഏകദേശം 100ഓളം കിട്ടുന്നു. എന്നാലും ഒരുപാട് പരാതി വരും, എന്നാലും മാക്സിമം കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ മണ്ണുന്തല മുതൽ വട്ടോളം മുക്ക് വരെ അടുത്തത്. അത് കഴിഞ്ഞ് ചെമ്പഴന്തി മുതൽ ചെല്ലമംഗലം വരെ, പിന്നെ ചെല്ലമംഗലം നിന്ന് കരിയം വരെ, കരിയത്ത് നിന്ന് ഇടവക്കോട് വരെ, ഇടവക്കോട് നിന്ന് വീണ്ടും രണ്ടാഞ്ചിറ. ഇത്രയും ഞങ്ങൾ നടന്നാണ് പോയിരുന്നത്. 2 ദിവസം കാറിൽ പോയി. ഒരു ദിവസം സന്ദീപിനെ കൊണ്ട് കാറിൽ പോയി. പക്ഷെ സന്ദീപിനോട് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട് എവിടെയാണ് അന്വേഷിക്കാൻ പറഞ്ഞു. പഞ്ചാബ് ചെന്നിട്ട് വേണപ്പന്റെ വീട് അന്വേഷിക്കാൻ എനിക്ക് ഇതിനെ പറ്റൂല. വേറെ പേരാണ് പറഞ്ഞത്. വേണപ്പാന്ന് പറയും. പിന്നെ എന്തോടാ വേണം? വേറെ പേരൊന്നുമില്ല, നിനക്ക് വേറെ പേരെ ഇട്ട് തന്നെ വിളിച്ചോളാം. എന്നിട്ട് അവനെ ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അവൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അവനെ കാറിലങ്ങ് ഇരുത്തി അവൻ ഇറങ്ങണ്ടെന്ന്. പിന്നെ അവൻ ആവേശം വന്നത് അവന്റെ ചേച്ചിമാരുടെ വീട്ടിൽ പോയപ്പോഴും അവൻ മുമ്പിൽ പോയി പൈലറ്റ്. ബാക്കിയോട്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് അവരെ കാറിനകത്ത് ഇരുത്തിയിട്ട് പോകണം എന്റെ കൂടെ വരുമ്പോഴും. കാറ് ലോക്കാവണില്ലേ? അവൻ പറയും ഇങ്ങനെ പലതും അവൻ പറയും. കാറ് ലോക്ക് ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കാറ് മാനുവലായിട്ട് ലോക്ക് ചെയ്ത് ഇറങ്ങി വരണം. ഓട്ടോമാറ്റിക്കായി ചെയ്യൂ. ഇപ്പൊ സന്ദീപ്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, നന്നായടാ. ഒറ്റയ്ക്കേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അയ്യോ, എന്തായാലും കൊള്ളാം. നാളെ രാവിലെ 5 മണിക്കുള്ള വന്ദേ ഭാരതില് ഞങ്ങൾ 4 പേരും കൂടെ എറണാകുളത്തോട്ട് പോകുന്നതായിരിക്കും. കേസ് നാളത്തെ കല്യാണം വിളി എറണാകുളത്തായിരിക്കും. അച്ഛാ, നമുക്ക് കണ്ണന്റെ വീട്ടിൽ തുടങ്ങാം അല്ലേ? ഏറ്റവും എവിടെ ഉള്ള സൈന കുഞ്ഞമ്മയുടെ വീട് എവിടെ? ലൊക്കേഷൻ പറഞ്ഞത് ഞാൻ നോക്കാം. അത് 2 അറ്റമാണ് അച്ഛാ. നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി ഷാസിന്റെ ഫ്ലാറ്റിന്റെ താഴെ കിടക്കുകയാണ്. അപ്പൊ ഷാസിന്റെ വീട്ടില് ആദ്യം വിളിച്ചു തുടങ്ങാം, എന്നിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങാം. അങ്ങനെയായിരിക്കും സുഹൃത്തുക്കളെ നാളത്തെ നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. ഇന്ന് ഞങ്ങൾ പോയി ബാക്കി കല്യാണങ്ങൾ വിളിക്കട്ടെ. കല്യാണം വിളിയോട് വിളി, അവിടെ വിളി ഇവിടെ വിളി. അച്ഛൻ എങ്ങനെയാ 120 വീടൊക്കെ ഒരു ദിവസം കവർ ചെയ്യണത്? സമ്മതിക്കണം കേട്ടാ. ടയേർഡാവൂല്ലേ അമ്മ? എന്റെ കൊച്ചച്ഛന്റെ വീട്ടിലൊക്കെ പോയി വിളിച്ചു കഴിയും. പക്ഷെ കുഞ്ഞമ്മയല്ല, അവരുടെ വീടിന്റെ ലൊക്കേഷൻ ഒന്നും കാണിച്ചാണല്ലോ. കുഞ്ഞമ്മ ഒരു ജഡ്ജിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതുകൊണ്ട് പറയാനേ പറ്റുള്ളൂ. അതൊരു വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്തൊക്കെയോ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ. ജില്ലാ ജഡ്ജാണ്. അതെ, കൊച്ചച്ഛൻ അഡ്വക്കേറ്റ് ആണ്. കൊച്ചച്ഛൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വ്ളോഗിൽ നേരത്തെ തന്നെ. പിന്നെ കുഞ്ചു അല്ലല്ലോ അവളുടെ പേര്, മീര. അതാണ് എന്റെ ഐശുവിന്റെ ചേച്ചി, എന്റെ അനിയത്തി. അവളും ഐശുവും കൂടെ ആയിരിക്കും
താലി എടുത്ത് ചാർജ് തരുന്നത്. താലി കെട്ടുന്നു അല്ലേ ചാ? ഇല്ല, പിറകിൽ നിന്ന് എന്നെ സഹായിയായിട്ട് നിൽക്കും. സഹായിയായിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെ കെട്ടണം. അങ്ങനെ കല്യാണം വിളി കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇത് ഒരു വീട്ടിൽ ചെല്ലും, കാർഡ് കൊടുക്കും, കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവര് വെള്ളം അല്ലെങ്കിൽ ചായ എടുക്കട്ടെ എന്ന് പറയും. ഇപ്പൊ വേണ്ടാന്ന് പറയും. കാരണം 2 വീട്ടിൽ നിന്ന് ചായ കുടിച്ചപ്പോ തന്നെ എന്റെ ഇന്നത്തെ ചായക്കോട്ട കഴിഞ്ഞു ഗൈസ്. നിങ്ങളെ സമ്മതിച്ചേട്ടാ ഇത്രയും ദിവസമായിട്ട് ഓടിയിടന്ന് വിളിച്ചോണ്ടിരിക്കണത്. തുടർച്ചയായിട്ട് വിളിക്കുമ്പോഴേ പിന്നെ ഞങ്ങൾ ഒരു താളത്തിൽ അങ്ങ് പൊക്കോണ്ടിരിക്കും. എല്ലാരും ഒരു വീട്ടിൽ കയറി അടുത്ത വീട്ടിൽ കയറി. പിന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അല്ലേ, ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എല്ലാവരും. അപ്പൊ അവരെല്ലാവരെയും വിളിച്ച് പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഷൂ ഇട്ടതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം അഴുകിയ ഇടുക ഇത് തന്നെയാണ് എന്റെ പരിപാടി. പക്ഷെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഒക്കെ ഉണ്ടോ? ഒരു ബ്രേക്കും ഇല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ശ്രീനാരായണപുരത്ത് കല്യാണം വിളിക്കും. ബാക്കി പറയേണ്ട അച്ഛൻ പറഞ്ഞു തരും. എന്താ വെച്ചാ നീലിമല, കരിമല അങ്ങനെയുള്ള കയറ്റങ്ങളായിരുന്നു. പിന്നെ നടന്നു കയറിയല്ല, വളരെ വീതി കുറഞ്ഞ കുന്നിന്റെ സൈഡിലുള്ള ഒരു കട്ട്, അതിൽ കംപ്ലീറ്റ് പായൽ പിടിച്ചു കിടക്കും. അങ്ങനെയുള്ള വഴികളുണ്ടായിരുന്നു. വിളിച്ചൊരു പരുവായല്ലേ? ഇനിയുണ്ട് പിടിക്കാം അവിടെ. വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബന്ധുക്കളുടെ വെള്ളപ്പൊക്കമാണ്. സത്യം. അപ്പൊ കുറച്ചുപേരെയൊക്കെ നമുക്ക് മറന്നുപോകും. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുടുംബ വീട്ടിലാണ് പോയി വിളിക്കുന്നത്. കുടുംബ വീട്ടിൽ നിന്ന് അതിനുള്ള മെമ്പേഴ്സ് അല്ല സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്തും താമസിക്കുകയല്ലോ. അവരെല്ലാവരെയും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അവരെ കൂടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതെ, അത് മാത്രമല്ല ഇത് ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങി ഇത്രയും നേരം ആയപ്പോ തന്നെ ക്ഷീണമായിപ്പോയി കേസ്. അപ്പൊ അതാണ് ഞാൻ ഇവരുടെ കാര്യം ആലോചിക്കണം. 120 വീടെന്നൊക്കെ വിളിച്ചപ്പോഴും അവന് ക്ഷീണമായി. 4 പേരെ വിളിച്ചപ്പോ തന്നെ നിനക്ക് ക്ഷീണമായി. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ടല്ലേ സന്ദീപ് വളരെ വിദഗ്ധമായിട്ട് മുങ്ങിയാണ്. നീ എന്താ വിളിക്കാൻ പോയില്ലേ കൂടെ? നടക്കുന്ന സ്ഥലത്തൊന്നും ഓ, നീ കുന്ന് കയറാൻ പോയില്ല, നീ മുങ്ങി. മുകളിൽ നിന്ന് അച്ഛനും കൂടെ കുന്നും തേരിയും കയറി. ഒരു സ്ഥലത്ത് കുറച്ച് ഇറക്കം ഉണ്ടായിരുന്നു, അവിടെ മാത്രമേ ഇവൻ വന്നു. ബാക്കി ഒരു സ്ഥലത്ത് ഇവൻ വന്നു. കൂടെ ആളുണ്ടായിരുന്നേ. ഓഹോ, വിജയമാമിയ അവിടത്തെ ശ്രീനാരായണപുരത്താണ് സഹോദരങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ അല്ലേ? എല്ലാവരുമായിട്ടാണ് നമ്മൾ പോയത്. രസമായിരുന്നു അല്ലേ? ഇവര് രണ്ടുപേരും എൻജോയ് ചെയ്ത് നടക്കുക. പഴയ ബന്ധുക്കളെയൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കി. അത് രസം എന്തെന്നാ, ബന്ധുക്കളാരെ എനിക്ക് അറിഞ്ഞൂടാ. അവരും ബന്ധുക്കളാണെന്ന് പറഞ്ഞ് വരുന്നത് എനിക്ക് ആരെ അല്ല. ഒരു സ്ഥലത്ത് വന്നപ്പോഴേ നമ്മുടെ മുടിയൂർക്കോണം ക്ഷേത്രത്തിലെ സെക്രട്ടറി ഗോപകുമാറിനെ വിളിച്ചപ്പോൾ ഒരാൾ എന്നെ അടുത്ത് പറയാം, എന്റെ മോൻ അപ്പുറത്ത് താമസിക്കാണ് കേട്ടോ, വിളിച്ചോളണം ഓർഡർ. ഞാനാ എന്റെ കിളി പോയി. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നീട് തന്നെ ഇവളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. എന്റെ അപ്പാപ്പൻ്റെ ആയിട്ട് ഭയങ്കര കൂട്ടാണ്. അടിപൊളി. അപ്പൊ ഒരുപാട് പേര് അന്ന് എനിക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കാണും കേസ്. എനിക്ക് ഇത്രയും റിലേറ്റീവ്സ് ഉള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൂടെ ആയിരിക്കും. അടിപൊളിയായിരിക്കും. എന്താ അതിപ്പോ ഒരു വിഷയമാണ്. നമ്മളെ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേ ഈ വന്ന ആൾക്കാർ നിന്റെ അടുത്ത് കൊണ്ട് എത്തിച്ച് അവർ ആരാണെന്ന് പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആകെ പെട്ടലായി പോകും. അതെ, അത് കമ്മ്യൂണിക്കേഷൻ വേണം കേട്ടോ. ഓ, പെൻഷൻ അത് വരട്ടെ, നമ്മളതൊക്കെ ഹാൻഡിൽ ചെയ്യും. ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്റെ മെയിൻ സ്കില്ല്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സ്കില്ലായിട്ട്. എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്താ വിളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? വലിപ്പ ചെറുപ്പമില്ല, അങ്ങനെ നമ്മൾ ചെയ്യൂ. അതെ, അത് മാത്രമല്ല എല്ലാരും മലയാളമാണ് കേസാൻ അത് ഫുൾ എഴുതിയിരിക്കുന്നത്. മലയാളം കല്യാണക്കുറി കണ്ടപ്പോ ഒരുപാട് പേർക്ക് സന്തോഷം ഞെട്ടലൊക്കെ, ഇപ്പോഴും മലയാളമൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടോന്നൊക്കെ. അത് നന്നായി കേട്ടോ മലയാളം അടിച്ചത്. മലയാളവും കുറച്ച് ഇംഗ്ലീഷ്, മലയാളം വായിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാന്ന് വിചാരിച്ചു. അതെ, പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരല്ല. എന്താ വളരെ കുറച്ച് ആൾക്കാർ മലയാളം വായിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇംഗ്ലീഷ് മലയാളം അറിഞ്ഞിരിക്കണ്ടേ? എന്താ വെച്ചാ മലയാളിയാകുമ്പോ മലയാളം അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും. മലയാളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഗൈസ്, ഞാൻ വഴി നോക്കി വഴി തെറ്റിച്ചു. അങ്ങനെ എന്നെ വഴി നോക്കലിൽ നിന്ന് ഡിമോട്ട് ചെയ്തു അച്ഛൻ. ഗൂഗിൾ മാപ്പിൽ എന്റെ ചന്തയിലായിരിക്കും. നേരെ ഒരു ഫുള്ളൊരു കറങ്ങില്ല. എന്നോട് ചോദിക്കാതിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ പിന്നെ എത്ര മണിക്കൂർ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടു.
കരിക്കും വഴി എനിക്ക് മനസ്സിലാവും എന്റെ ചന്തിയിലെ അത് മാപ്പ്. ഞങ്ങള് മുന്നോട്ടല്ലേ പോണം, നീ പിന്നോട്ടല്ലേ വിട്ടോ. പക്ഷെ എത്തോ കറക്കത്തി, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ഒന്നുമില്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ ചായ കുടിച്ചാൽ. ഗൈസ്, എന്റെ മെത്തേഡുകൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങളാണെങ്കിൽ കാറ് നിർത്തും, ചോദിക്കും, പോവും. കൃത്യമായി നമ്മളവിടെ എത്തുകയും ചെയ്യും. ഗൂഗിൾ മാപ്പിനെ 100% വിശ്വസിക്കാൻ കൊള്ളില്ല. കാര്യം ഒരു പ്രാവശ്യം ഒരു കുഴി കൊണ്ട് ചാടിച്ചതാണ് നമ്മൾ. അതിനുശേഷം പിന്നെ നമ്മൾ ലോക്കൽ മാപ്സിനോട് ചോദിക്കും, അവരാകുമ്പോ കൃത്യമായിട്ട് പറഞ്ഞു. അയ്യോ, നല്ല ടയറിങ് പരിപാടിയാണ് കേട്ടോ കല്യാണ വിളി. അയ്യോ, വിളിച്ച് നമ്മൾ ആമേഴഞ്ഞാൻ തോട്ടിന്റെ സൈഡിലെത്തി ഗൈസ്. ഇത് ഗൈസ് താറ് കണക്ക് കിടക്കണം കേട്ടോ ഇതിലെ വെള്ളം. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നൂലെങ്കിലും പക്ഷെ ഇത് ലിറ്ററലി ഡാർക്ക് ബ്ലാക്ക് കളറിൽ കിടക്കുന്നു. എൻ്റെ അടുത്ത് വഴി നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ നോക്കാനുള്ള കേസ് കൊണ്ട് അച്ഛൻ തന്നെ കണ്ടുപിടിക്കുകയാണ് വഴികൾ. അച്ഛാ, ഞാൻ മാപ്പ് ഇടണോ? ഇവിടെ എത്തി. അച്ഛാ, ഇതെന്ത് നാറ്റം അച്ഛാ ഇവിടെ? ആമേഴഞ്ഞാൻ തോടല്ലേ ഇത്? അല്ലേ, പിന്നെ അതായത് ചാക്കാത്തോടോ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാണ് ആമേഴഞ്ഞാത്തോട്. അപ്പൊ ആമേഴഞ്ഞാത്തോട് എവിടെയാണ് പോണത്? സന്ദീപ് ഇതോ പോണ കേസ് ഞങ്ങളെ വിട്ടിട്ട്. അച്ഛൻ വീട് കണ്ടുപിടിക്കാനായിട്ടുള്ള കഷ്ടപ്പാടിലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ടാറ് കണക്കിരിക്കണം വെള്ളം. വഴി ചോദിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ വെഡിങ് ഇൻവിറ്റേഷൻ ടീം. എന്നെ എന്തായാലും വഴി നോക്കലെന്ന് വിട്ടോണ്ടൊരു സമാധാനമുണ്ട്. വിളിച്ച് വന്നപ്പോ ഇവിടെ ഒരു ഹോണ്ട ഗോൾഡ് അല്ല BMW. എന്റെ പള്ളി. പ്രവീണന്റെ വീടാണോ ഇത്? ആണല്ലേ? എനിക്ക് പണ്ട് നമ്മൾ കൊടൈക്കനാല് പോയതിന്റെ അല്ലേ? ഓ, ചേട്ടൻ പുതിയ വണ്ടി എടുത്തോ? എന്റെ മോനെ, ഓടിച്ചു നോക്കാൻ തോന്നുന്നു എനിക്ക്. ഇത് കാറല്ല, ഇത് ബൈക്കാണ്. വലിയ സൈസ് അല്ലേ? സൂപ്പർ സാധനം അല്ലേ? ഓക്കെ, കല്യാണം വിളിക്കട്ടെ കേസ്. ഈ വണ്ടിയൊക്കെ അപ്പൊ എന്റെ കല്യാണത്തിന് വരുമോ? ചേട്ടാ വരണമെങ്കിൽ ഇത് എടുത്തോണ്ട് വരണേ. അച്ഛന്റെ ക്ലാസ്മേറ്റ് ആണല്ലേ? എവിടെ പഠിച്ചത് നിങ്ങള്? SM കോളേജില് BSc ഫിസിക്സ്. കൊള്ളാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളു. നമ്മള് കൊടൈക്കനാൽ റൈഡ് പോയിട്ടുണ്ടല്ലേ ബ്രോ? 4-5 വർഷമായി അതൊക്കെ. അന്ന് ഞാൻ മാരത്തോൺ ഓടിയിട്ട് 2019-20 സമയത്ത്. അതെ, വണ്ടി പൊളിച്ചേട്ടാ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേസ് ഇങ്ങനെയൊക്കെ കണക്ഷനൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ വരുമോ. കൊള്ളാം. ഇതാണോ ബെറ്റർ? ഗോൾഡ് വിങ് ആണോ ബെറ്റർ? 2 ക്ലാസ് ആണോ? പക്ഷെ ഇത് ഗോൾഡ് വിങ് കണക്ക് തന്നെ ഇരിക്കണോ സാർ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഗോൾഡ് വിങ് കംഫർട്ട് കൂടുതലാണല്ലേ? ഓ, ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓ, ഇതിന്റെ പ്രത്യേകത എന്താ? എനിക്കോട് അതിന് വില കൂടുതലാണോ തോന്നാ? പ്രൈസ് കൂടുതലാണോ? ഓക്കെ. ഇതും പക്ഷെ ക്രൂസർ സാധനം സെറ്റപ്പ് അല്ലേ? കൊള്ളാം കേട്ടാ. ഇതിന്റെ ബാക്കിൽ സോഫ ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. സ്പീക്കറൊക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളി. അച്ഛ ഇരുന്ന് നൊസ്റ്റാൾജിയ ആയി പറക്കണം അല്ലേ അച്ഛാ? നൊസ്റ്റാൾജിയ ആയി പറക്കുന്നു. ഇവര് ബീന, മൃദുല, ഗീത, ജയ, ഇങ്ങനെ 5 പെൺപിള്ളേരാണ്. പിന്നെ ബാക്കിയുള്ള ഇത് ബീന ആന്റി അല്ലേ? ഞങ്ങളെല്ലാം ചങ്സ് ആയിരുന്നു. പഴയകാല ഓർമ്മകള്. 44 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുമിച്ചുള്ള പഠനമാണ്. ആലോചിച്ച് നോക്കി. സത്യം. എടാ, എവിടെയാടാ നിന്റെ ഉടുപ്പ്? ചെവി തോണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ വന്നിട്ടുണ്ട് അച്ഛാ, എപ്പോഴോ വന്നിട്ടുണ്ടെന്ന് തോന്നിയേ. വ്ളോഗ് ചെയ്യുന്നതിന് പണ്ട്, അതൊരു 5 വർഷം മുന്നേ ഒക്കെയാണ്. അങ്ങനെ അടിപൊളിയമ്മ, നല്ല ബൈക്ക്. ഇതല്ല ഞാൻ എടുക്കണം എന്ന് പറഞ്ഞാൽ വേറെ, അത് കുറഞ്ഞത്. ഇത് ക്രൂസർ ടൈപ്പ്. ഞാൻ വേറെയാണ് അമ്മ എടുക്കണം. ഞാൻ കഫേ റൈസറാണ് എടുക്കാൻ പോണത്. ഇവിടെ സുഞ്ചരാപ്പി. നീ മിണ്ടൂല എന്റെ അടുത്തൊന്ന്? അയ്യോ, ഒരു അനക്കോ ഇല്ല അവന്. ഞങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യുന്ന സമയത്താണ്. എൻഡ് ചെയ്യുന്നതിന് 1 മാസത്തിന് മുമ്പാണ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തത്. അടിപൊളി. ഓ, അപ്പൊ അച്ഛൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല, തിയേറ്ററിൽ പോയിട്ടില്ല. പക്ഷെ അപ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഫൺ ഫാക്ട്. അതെ, അത് കൊള്ളാം. ഇപ്പൊ ലാലേട്ടനെ കാണാനായിട്ട് ഞാൻ ഓടി നടന്ന് കണ്ടിട്ട് പോഡ്കാസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടിരിക്കുന്നു അല്ലേ അച്ഛാ? വർഷങ്ങൾ പോയപ്പോ ഒക്കെ വിളിച്ചിട്ടിറങ്ങട്ടെ ഞങ്ങളോട്. ഓ, അങ്ങനെ ഒരു വീട്ടിൽ നിന്നൂടാ കല്യാണം വിളി കഴിഞ്ഞു. അച്ഛാ, ഇത് എത്ര വർഷം മുന്നുള്ള പരിചയം നിങ്ങൾ തമ്മില്?
ഞങ്ങള് 44 വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി ഒരുമിച്ച് പഠിച്ച് പാസ് ഔട്ട് ചെയ്ത് പോയ ആൾക്കാർ. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ബീനെ ഞാൻ കാണുന്നത് അല്ലേ? ഇതുപോ നിങ്ങളുടെ അന്ന് ബാച്ചിലുണ്ടായിരുന്നാണ് അന്ന് എന്നെ കണ്ട സതിമാമി. അതെ, സതിമാമിയാണ് സുഹൃത്തുക്കളെ അന്ന് എന്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും സൈലന്റ് ആയ സുരേഷിന് എങ്ങനെ ഇത്ര വയലന്റ് ആയ മോൻ ജനിച്ചു. അന്ന് ഞങ്ങളെ വേളവും മട്ടകാസവും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങളെ ഈ പെൺകുട്ടികളുമായിട്ട് അങ്ങനെ അടുത്ത, പക്ഷെ ഇവരെല്ലാം ഞങ്ങളുടെ സ്വന്തം സഹോദരിമാരെ പോലെയാണ്. നമുക്ക് ഫുഡെല്ലാം കൊണ്ടുവരും, അങ്ങനെ അടിപൊളി ആയിരുന്നു. ആ ഒരു ഇന്റിമസിയാണ് ഇപ്പോഴും കാണുന്നത്. എനിക്ക് സ്കൂളില് പിള്ളേർ ഫുഡ് കൊണ്ടുവരുമായിരുന്നു കേസ്. അതുങ്ങളെയൊക്കെയാണ് നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അഞ്ജിത, ശ്രുതി. ശ്രുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ വിളിച്ചൊരു ചീത്ത വിളി കാണും അവളുടെ വകുപ്പായിട്ട്. എന്തായാലും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇടണോ അച്ഛാ? ചെല്ലോങ്ങളത്ത് എത്തിയ അമ്മയ്ക്ക് നാളെ എറണാകുളത്ത് പോയി ഒരു ചുരിദാർ വാങ്ങിക്കാനായിട്ട് സോമൻസിലോട്ട് വന്നതാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്റെ ലേ കുഞ്ഞമ്മ. ഹലോ കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഓടിക്കളത്. കുഞ്ഞമ്മ അമ്മയ്ക്ക് ഒരു ചുരിദാർ, ചെരുപ്പ് പുറത്തുണ്ടോ? അല്ലേ, കുറച്ചു നേരമായി അമ്മ സെലക്ഷൻ ഫൈനലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെട്ടോ അമ്മ? എടുക്കാം. ഓക്കെ, അപ്പൊ ഒരു പച്ച സെറ്റ് ഒരെണ്ണം കൂടെ നോക്കണം. അവരവിടെ ഷോപ്പിംഗ് നടത്തിയിട്ട് വീട്ടിലോട്ട് വന്നോളും ഗൈസ്. ഞാൻ വീട്ടിലോട്ട് പോട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഗൈസ്. റൂമിൽ വന്നു, മീറ്റിംഗ് കഴിഞ്ഞു. എന്താണ് മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ജോഷുവേ മുത്തേ പൊളിക്കൂലേ? എവന്റെ ഐഡിയ ഒക്കെ വേറെ ലെവലിലുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ബജറ്റ് നിൽക്കുവാണ്. ആണോ? എടാ 2 ദിവസത്തെ ഷൂട്ടല്ലേ? അപ്പം നമ്മൾ ഞാൻ പറയാം. ഇവൻ ഇനിഷ്യലി പിച്ച് ചെയ്ത ഐഡിയ അടിപൊളി കേസ് എന്ന് പറഞ്ഞാ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതെ, കുറച്ചധികം നല്ല പണിയുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. നിനക്ക് കളർ വേണ്ടി ഗൈസ്. ഈ റൂമിന്റെ കളർ സെലക്ട് ചെയ്തേക്കുന്നത് യവനാണ്. സിമെന്റിൽ നിന്ന് ഇൻസ്പയർ ആയതാണോടാ? അത് അവന്റെ ചേട്ടന്റെ റൂമിൽ അതെ. പിന്നെ കക്കൂസിലെ ടൈലും അവന്റെ സെലക്ഷൻ. അത് ഏത് റൂമില്? അപ്പൊ ശരിയടാ, നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഔട്ട് വരുമ്പോ നിങ്ങൾ കണ്ടോ ഗൈസ് എന്താണെന്ന്. അപ്പൊ ഇത് ജൂൺ 30 ഇറങ്ങുന്നതായിരിക്കും. അതെ, ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് അന്ന് ഇറങ്ങുന്നതായിരിക്കും അല്ലേടാ? അതെ. ഓക്കെ, അപ്പം ഈ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത മീറ്റിംഗിലേക്ക് ഞാൻ പോട്ടെ ഗൈസ്. 2ാമത്തെ മീറ്റിംഗും കഴിഞ്ഞു. ഇത് നമ്മുടെ അവിടെ ഏത് DJ ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, ഡാൻസ് ക്രൂ ആരാണ്, പിന്നെ വേറെ 2-3 സാധനങ്ങള്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യണ ആരാണ്, ചെണ്ടമേള ചെയ്യണ ആരാണ്, തലേ ദിവസം എന്തൊക്കെയായിരിക്കും ഇവിടെ പരിപാടികൾ നടക്കണം. അങ്ങനെ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഫുൾ ക്രൂ ഇവിടെ അണിനിരന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ, ചെണ്ടമേളം ആ ടീമൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ, സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ മാരേജ് ഫംഗ്ഷന് ഡയസില് ആൾക്കാരൊന്നും കേട്ടില്ല. അതൊക്കെ അന്നേ പറഞ്ഞതായിരുന്നല്ലോ. ഡയസില് ഫോട്ടോഗ്രാഫേഴ്സോ ഒന്നുമില്ല. വരന്റെ അച്ഛനും അതല്ല, നമ്മുടെ അല്ല, വരന്റെ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ ഒരു പൂജാരിയും പിന്നെ ഒരു സമുദായ പ്രമാണിയും താലി കെട്ടിന് സഹായിക്കാൻ. വേറെ കാര്യം, കല്യാണത്തിന് നമുക്ക് വലിയ വോയിസ് ഇല്ല. പറയുമല്ലോ. ഇതടാ, ഇത് 2 മിനിറ്റേ ഉള്ളൂ. താലി കിട്ടുന്ന 2 മിനിറ്റ്. ആ സമയത്ത് മാത്രം. ആ സമയത്തിന് മുന്നേ പിന്നെ എല്ലാ ആള് കാണും. അപ്പൊ ആ ടൈമില് ഡയസിൽ ആരും കാണും. കാര്യം ഈ വിളിച്ചു നമ്മള് സാധാരണ കാണാൻ പറ്റൂല. അതെ, എല്ലാം ഈ ഫോട്ടോഗ്രാഫർമാരുടെ ചന്തിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ കല്യാണം കാണുന്നത് LED വാളിലൂടെയാണ് നമ്മൾ കല്യാണം കാണുന്നത്. LED വാള് നമുക്ക് കാണുമല്ലോ.
ഫംഗ്ഷൻ ഉണ്ടോ വെക്കാം. ഹാളിലുണ്ട്. പക്ഷെ അത് അവരുടെ വീട്ടുകാരുടെ അടുത്ത് പറയണം കേട്ടോ. നമ്മൾ പറയും പോലെ തന്നെ അവര് സെറ്റ്. പിന്നെ ഇപ്പൊ ഒരു പുതിയ ശൈലി കണ്ടിട്ടുള്ളത് ഒരു 4 ബിംബം കൊണ്ടുവരില്ലേ, ബിംബത്തിനെ കൊണ്ടുവരുമ്പോൾ മറ്റേ പാട്ടൊക്കെ ഇട്ട് സാധനം എന്ന് പറയുന്നത് അത് വേറെ ഇല്ല. അതൊക്കെ നമുക്ക് ഒഴിവാക്കണം, അതൊന്നും വേണ്ട. നമ്മള് ഇങ്ങനത്തെ പരിപാടിക്ക് കാണാൻ വഴി കല്യാണത്തിനൊക്കെ താലം, നമ്മുടെ ഇതില് താലമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. മറ്റേ താലം നമ്മുടെ പരിപാടിക്കോ താലം കാണും. അതാണ് നമ്മുടെ പന്തല് പരിപാടി ഇല്ല നമ്മുടെ. അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. നോർത്ത് ഇന്ത്യൻ കോപ്പി അടിയാണ്. ഡെസ്റ്റിനി പരിപാടി വെറൈറ്റി കണ്ടുപിടിക്കാൻ കുതിരയില് വരും. ഓക്കെ എടാ, നമ്മുടെ സേവ് ദ ഡേറ്റ് ചട്ടമ്പീസിൽ അവന്റെ വെഡിങ് അല്ല കല്യാണ കമ്പനിക്ക് കൊടുത്തു. അവൻ നല്ല ബ്രഹ്മാണ്ട സാധനം പ്ലാൻ ചെയ്ത് വെച്ചേക്കണ വെച്ചാ. എടാ സത്യം അവന്റെ കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടാ, രസമായിട്ടിരിക്കും. ചട്ടമ്പീസിലെ ജോഷുവ നല്ല നല്ല ക്രിയേറ്റിവിറ്റി ഐഡിയ ഉള്ള പയ്യൻ. അതെ 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 അതെ. മീറ്റിംഗ് ഒക്കെ തീർത്തിട്ട് വരാം ഗൈസ്. അളിയ എങ്ങനെയുണ്ടാ? നീ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഫാനും ഉണ്ടാ? കുറച്ചുകൂടെ ഈ കെട്ടിടം അപ്പുറത്തൊന്നുകൂടെ കെട്ടണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എൻഡി, ഇവിടെ ഇവിടെ സെന്ററിൽ ആണല്ലേ. ഫാമിലി പ്ലാനിങ്ങും ആയി. എടാ ഇവിടെ കിടന്നു നോക്കിയടാ സോനു, ഭയങ്കര രസോടാ. അച്ഛനെ അമ്മയെടുത്ത് അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. ഇവിടെ തന്നെ എടാ ഞാൻ അതാണ് ആലോചിച്ചോണ്ടിരിക്കണ, പുതിയ വീട് അവർക്ക് വെച്ചു കൊടുത്തിട്ടേ. ഇത് അടിപൊളി. വെള്ളം നിറയ്ക്കാൻ പറ്റും. എന്തിന്? ഫിഷ് സ്പാ എന്നല്ലേ? സെറ്റപ്പ് അല്ലേടാ. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആംബിയൻസ് ആണ് ഇവിടെ. വിന്റേജ് വൈബ്. ഷൂട്ടുള്ളപ്പം ഇതങ്ങ് ഓണാക്കിയാൽ മതി, അപ്പം വിന്റേജ് വൈബ് മാറി. സെറ്റല്ലേ? അത്രേ ഉള്ളൂ. നീ അത് ആലോചിച്ചോണ്ടിരുന്നായി. അത് ഫുള്ള് നിറഞ്ഞ തോടായിട്ട് തോടാ അവന് വയ്യടാ. ഇതാണ് നമ്മുടെ ഇവിടത്തെ നൈറ്റ് മൂഡ്. ഇതാണ് മീറ്റിംഗ് ഇവിടെ ചെയ്താൽ മതിയായിരുന്നു. കൊതു ഒരു 6 മണിയെ കഴിയുമ്പോഴത്തേക്കും കൊതു മാറും. ഇതെന്റെ ഐഡിയടാ. സെറ്റ് അല്ലായിരുന്നാ? അല്ല ഞാൻ ഐഡിയ മാത്രമേ കൊടുക്കുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അച്ഛാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് വന്ന കണ്ട എല്ലാവർക്കും ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സംസാരിക്കാൻ ഒരു പ്രൈവസി കിട്ടും, അതെ സംസാരിക്കാൻ കിട്ടും. ഇതിന് പറ്റിയ ഒരു ഞാൻ വിചാരിക്കണ്ട ഇവിടെ ഒരു ചാരു കസേരയും ഒരു ചെറിയൊരു കോഫി ടേബിളും കൂടെ ഇട്ടാ സെറ്റാണ്. ഒരു മൂഡായിരിക്കും. മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ചൊരു ബുക്കൊക്കെ വായിച്ചിരുന്നു കഴിഞ്ഞാൽ ചൂടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ല അത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാമറ കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ അത് ഓണാക്കി വെച്ചേക്കുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ എന്റെ ചെറിയ സ്വർഗം. ഇതിനകത്ത് ഒരു ബാത്റൂം ഞാൻ സെറ്റ് ചെയ്തു. ആ ബാത്റൂം ആടാ. സത്യം പറഞ്ഞാൽ എടാ രാത്രി ചില ദിവസങ്ങളിലേടാ. ഇതിപ്പോ എനിക്ക് വേണ്ടി ചെയ്തേക്കാം. അയ്യടാ അങ്ങനെ ഇപ്പൊ വേണ്ട. വേറെ ആൾക്കാര് എടാ മഴ സനു അതാണ് ബാത്റൂം. ഇറങ്ങി എങ്ങനെ ഉണ്ടാ? സെറ്റ് അല്ലേ? ചെറുതാണെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണോടാ എനിക്ക്? അതെ ഒരു ഹോം സ്റ്റേക്ക് ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞാൻ പറയുന്നത് അച്ഛാ പുതിയ വീട് വെച്ചിട്ട് അച്ഛനും അമ്മയും അവിടെ പോയി താമസിക്കുക. ഈ ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് നേരത്തെ ഡ്രസ് റൂം ആയിരുന്നു. അപ്പൊ നമ്മൾ കുഴിച്ചു 2 അടി താഴ്ത്തി. അപ്പൊ ഒരു കാരണവശാലും വെള്ളം ഇതിനകത്തേക്ക്
അല്ലടാ ഈ റൂഫിന്റെ ഹൈറ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ലെവൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. താത്തി അത് മൊത്തത്തില് കുഴിച്ച് താഴ്ത്തിയപ്പം അവിടെ അത്യാവശ്യത്തിന് ഹെഡ് റൂം ഒക്കെ ഇല്ലേ. എടാ ഞാൻ ചില ദിവസങ്ങളിലേടാ രാവിലെ രാത്രി എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങും. ആവശ്യമില്ലാത്ത സാധനം കംപ്ലീറ്റ് മാറ്റി. മാറ്റി ഇല്ല ഇതിന്റെ അകത്ത് തന്നെ ഇപ്പൊ മൊത്തത്തിലൊരു വൈബ് ഇല്ലേ. അവിടെ നേരത്തെ ഇവിടെ വെച്ച് അടുക്കളയും കൂടെ അടുക്കള അപ്പുറത്ത് മതിയടാ. ഇനി അതും കൂടെ ഇതിന്റെ ഇടയിൽ എവിടെ നിന്നാ കേട്ടണത്? വീടായി ഞാൻ പറഞ്ഞതറിയാമോ, ആ 4 എട്ടിന്റെ അപ്പുറത്ത് തന്നെ അടുക്കളയും കേട്ടോ. അവിടെ ഡ്രസ്സിംഗ് റൂമടാ. അത് നിങ്ങൾ കണ്ടില്ലായിരുന്നാ ഡ്രസ്സിംഗ് റൂം? ഇത് നിനക്കല്ല, അതെ ഇത് ആർക്കാടാ പിന്നെ? ഇത് അങ്കിളിന്. നീ ഇറങ്ങി പോടാ ഇവിടെ. നമ്മളെ ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്തിനാ? എന്താണ് എന്റെ ഭാവി ഇങ്ങനെയാണെന്ന് കാണിക്കാൻ. എന്റെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പോവേണം. ഇവിടെ ഈ ഹൈറ്റിന്റെ 3 ഹൈറ്റുള്ള ഒരു വാർഡ്രോബ് കൂടെ വരും. അപ്പൊ അത് നിങ്ങൾ ഇതൊക്കെ ഇന്നലെ കണ്ടതാണല്ലോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അധികം പിന്നെ കാണിച്ചു തരാത്തത്. ഗൈസ് ഇവൻ തേടിയ വള്ളി കാലിച്ചുറ്റി. അളിയാ മഴ. ഇനി നിനക്ക് എന്തൊരു വേണം? മഴ പെയ്ത് അവിടെ തോട് നിറഞ്ഞു. തോടൊക്കെ നിറയാന്ന് ഇതിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് നിനക്ക് എന്തൊരു കിട്ടാനാണ്? ഇങ്ങനെ ഇരിക്കാൻ ഉണ്ടാ അതെങ്ങനെയാന്ന് മുക്കിയിട്ട് കുടിക്കാലോ വെള്ളം. അതല്ല ഉദ്ദേശിച്ചതല്ല ഇവിടെ. പക്ഷെ ഇപ്പൊ സെറ്റ് ഫീൽ അല്ലേ എടാ ഇവിടെ? അല്ല വെള്ളം നല്ലതായിരിക്കും. ഓ ആ വെള്ളം അല്ലല്ല ഇതിന്റെ അകത്തുള്ള വെള്ളം ആണാ? അത് തന്നെ. വെള്ളം തെറ്റി കളിക്കാം. വെള്ളം ഇല്ലെങ്കിൽ പണിപൊളിയാണ്. ഇല്ലേ വൈബാണ്. നല്ലൊരു ഫുൾ മരങ്ങൾ. ഇവിടെ കോഴിയെ ഗ്രില്ല് ചെയ്തു. എടാ ഗ്രില്ല് സെറ്റപ്പ് ആക്കാനുണ്ടാ. ഞാൻ കഴിക്കാം. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു ഗ്രില്ല് സെറ്റപ്പ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ഒരു പുള്ളപ്പ് ബാറും സെറ്റപ്പും വേറെ വരുന്നുണ്ട്. അത് നോക്കണ്ട, ഗ്രില്ല് സെറ്റപ്പ് ഉണ്ട്. എടാ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല എടാ ഗ്രില്ല് സെറ്റപ്പ്. കുഴിക്കാനോ? മന്തിക്ക് അല്ല മറ്റേ ഒരെണ്ണം വാങ്ങിച്ചങ്ങ് വെച്ചാൽ മതി അല്ലേ? മതി അപ്പൊ സെറ്റ്. ഓ എന്നിട്ട് ഗ്രില്ലും ചെയ്ത് ഇവിടെ ഇരിക്കല്ലേ? ഞാൻ നാളെ പോയിട്ട് മറ്റന്നാ എത്തും ഗൈസ്. അപ്പൊ ഇനി നാളെ രാവിലെ എറണാകുളത്ത് പോവാണ്. കല്യാണം വിളിയായിട്ട് എറണാകുളത്ത് പോകണം. അച്ഛനും അമ്മയും സന്ദീപുമായിട്ട് നമ്മൾ ട്രെയിനിൽ അവിടെ എത്തിയിട്ട് ഏഞ്ചലിൽ പോയി എല്ലാവരെയും വിളിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് നാളെ പറഞ്ഞുതരാം. ഇവിടെ എന്തായാലും സെറ്റ്. ഞാൻ മുഖത്ത് മറ്റേ ഒരു ഡീറ്റാനിങ് സാധനം ഇട്ടേക്കാണ്. ഇന്ന് വെയിലത്തിറങ്ങി ഫുള്ള് ഇതായിപ്പോയി. അപ്പൊ എല്ലാവരും ടാറ്റ ഓർഡറാ. ഇത് സെറ്റല്ലേടാ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇനി ഞങ്ങള് കുറച്ചു നേരം മഴയൊക്കെ എൻജോയ് ചെയ്തിരിക്കട്ടെ ഗൈസ്. എന്നിട്ട് അകത്ത് ഇപ്പം ഹോം തിയേറ്റർ കണക്കാണ്. സിനിമയൊക്കെ കണ്ടിരിക്കാം. ഫീൽ ചെയ്യട്ടെ ഇവിടെ. എടാ ജമ്മത്ത് ഞാൻ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ഇത് മതി. ഉണ്ടാ കൊടുക്കും ഞാൻ. പോടാ, ഇതാണ് എന്റെ ഹാപ്പി പ്ലേസ്. നല്ല നൈസ് സ്ഥലം മാത്രല്ല, ആ ഒരു ഫീൽ വരാനായിട്ട്. നീ ആഗ്രഹിച്ചപ്പോ മഴ വന്നെന്നുള്ളതാണ്. അതെ. അപ്പൊ ഒരു ഇടി വെച്ച് തന്നാണ്ടല്ലോ. വെള്ളം നനയാതിരിക്കാനാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ബൈ ബൈ ഗൈസ്. നാളത്തെ വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.